ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതിപ്പോ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അടി ഒരൽപ്പം ഇസ്രായേലിന് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇറാൻ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ? അവരെ കൊണ്ട് വീണ്ടും ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇങ്ങനൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം. കൂടാതെ ചൈനയിൽ നിന്നും എന്തോ ഒന്ന് വന്നിറങ്ങിയിട്ടുണ്ടല്ലോ. എന്തായിരിക്കും അത്? ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ഹൈഫ തുറമുഖം. ഈ ഹൈഫ തുറമുഖം വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്രായേലിന്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ ഓയിൽ റിഫൈനറി, ഇതിന്റെ 30% അവിടെയാണ് സംഭവിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരമൊരു തുറമുഖത്തിനെതിരെ ഇന്ന് ഇറാൻ ആക്രമണം നടത്തി. അതും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഒരു ഹൈപ്പർസോണിക് വേഗതയിൽ വന്ന് വീഴുന്ന ദൃശ്യം. ഈ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ വാട്സപ്പ് ചാനലിലും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു അറ്റാക്ക് ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. ഇറാൻ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. പക്ഷെ ഇത് അവസാനത്തേതായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇറാൻ ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ പക്കൽ അത്രയും ഹ്യൂജായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അയൺ ഡോം. ഇതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ലോകത്തിലെ തന്നെ വളരെ സുരക്ഷിതമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം, അത് അയൺ ഡോം എന്നൊക്കെയല്ലേ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അയൺ ഡോമിനെ കൊണ്ട് ഹൈഫ തുറമുഖത്തിൽ നടത്തിയ ആക്രമണത്തെ തടയാൻ സാധിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഭൂപ്രദേശം എന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശത്തെയും ഇസ്രായേലിന്റെ ആ ഒരു ഭൂപ്രദേശത്തെ വിസ്തൃതിയും എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. അതുപോലെ ഈ അമേരിക്കയുമായൊക്കെ ഇസ്രായേലിനെ കമ്പയർ ചെയ്താൽ അമേരിക്കയുടെ ഐക്യ നാടുകളിലെ ഒരു ചെറിയ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേലിനെ. അത്തരം ഒരു ചെറിയ സ്ഥലത്തെ പൂർണ്ണമായും ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധൂർ, പാകിസ്ഥാനിൽ നിന്നും അത്രയേറെ മിസൈൽസ് വന്നു, അത്രയേറെ ഡ്രോൺസ് വരുന്നുണ്ട്. ഏത് വശത്തു നിന്ന് വരുന്നു എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ അത്രയേറെ ഡ്രോൺസിനെയും മിസൈൽസിനെയും നമ്മൾ നശിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സെക്യൂർ ആണോ എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഇസ്രായേലുമായി കമ്പയർ ചെയ്യും. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ത്യയും ഇസ്രായേലിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇസ്രായേൽ ഒരു ഡമ്മി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അയൺ ഡോമിന് ഒരു ഡമ്മി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ പല സമയങ്ങളിലും ഇറാന്റെ ഈ ഒരു മിസൈൽ അറ്റാക്കിനെ ഇസ്രായേലിനെ കൊണ്ട് തടയാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി. ഇറാന്റെ വ്യോമസേനയെ ഒരു പക്ഷെ അവർക്ക് നിർത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇറാന്റെ മിസൈൽസ് എല്ലാം തുടർന്നും ഇസ്രായേലിന് പ്രശ്നങ്ങൾ നൽകുന്നുണ്ട്. ഇത്രയേറെ സംഭവങ്ങൾ നടന്നിട്ട് കൂടിയും ഇസ്രായേൽ എന്തിന് ശാന്തരായിരിക്കുന്നു? ഇന്നലെ ഒരു അറ്റാക്ക് നടത്തി, ശരി. എന്നാൽ ഒരു ദിവസം മുൻപ് നടത്തിയ ഒരു ആക്രമണം പോലെ 234 ടാർഗറ്റ്സിന് നേരെ ഒരേ സമയത്ത് 100-ലധികം വിമാനങ്ങൾ, ഇങ്ങനെ ഒരു വലിയ ആക്രമണം ഇസ്രായേൽ ചെയ്തോ? ഇല്ല, ചെയ്തില്ല. കാരണം ഇറാൻ ഒരൽപ്പം ഉണർന്നിട്ടുണ്ട്. ഉണർന്നത് മാത്രമല്ല, അവിടങ്ങളിലായി ടെഹ്റാനിലെല്ലാം ചില സ്ഥലങ്ങളിൽ അവരുടെ എയർ ഡിഫൻസ് ബാറ്ററീസ് എല്ലാം നിർത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിർത്തിയതിനു ശേഷം അടുത്ത അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് വരാൻ തുടങ്ങി. ഇറാൻ ഇത്തവണ അവരുടെ പക്കലുള്ള അതിനവീനമായ ഒരേയൊരു മിസൈൽ ഉപയോഗിച്ചു. അപ്പോൾ ബാക്കിയുള്ള മിസൈൽസ് എല്ലാം 10 വർഷത്തിന് മുൻപുള്ള മിസൈൽസ്. ഒരൽപ്പം ചിന്തിച്ചു നോക്കുക. 10 വർഷം മുൻപുള്ള മിസൈൽസ് ഉപയോഗിച്ച് മാത്രമാണ് അവർ ഇന്ന് വരെയും പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ പക്കൽ ധാരാളം ആയുധങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അറിയണ്ടേ? ഇവിടെ ഇസ്രായേൽ തുടർച്ചയായി 1 വർഷത്തിലേറെയായി മറ്റ് പല യുദ്ധങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. ഹമാസ് യുദ്ധം, കൂടെ തന്നെ ഹൂത്തികളുമായി, കൂടാതെ ലബനൻ, ഇനി ഹിസ്ബുള്ള, ഇങ്ങനെ പല യുദ്ധങ്ങളിൽ ഇസ്രായേൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പക്കൽ ആവശ്യത്തിന് സ്റ്റോക്ക് പൈൽസ് ഇല്ല. ഇത് പറയുന്നതും തെളിവോടുകൂടിയല്ലേ പറയാൻ സാധിക്കൂ. അടുത്ത വീഡിയോയിൽ ഇതിന്റെ തെളിവുകളെല്ലാം ഞാൻ നൽകാം. അമേരിക്കയുടെ പക്കൽ നിന്നും എത്ര കണ്ടെയ്നർ ഷെൽസ് ഒക്കെ ഇസ്രായേലിന് വന്നിട്ടുണ്ട് എന്ന തെളിവുകളെല്ലാം നമുക്ക് നൽകാം. അപ്പോൾ ഇസ്രായേലിന്റെ പക്കൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം, ഇനി എയർ സുപ്പീരിയോറിറ്റി, ഇതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആണെങ്കിൽ കൂടിയും സ്റ്റോക്ക് പൈൽസ് എന്നതൊരു നെഗറ്റീവാണ്. എന്നാൽ അതേസമയം പഴയ കാലത്തുള്ള ആയുധം മുതൽ
ഇപ്പോൾ ഇറാൻ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ആ അത്യാധുനിക മിസൈൽസ് വരെയും. ഇങ്ങനെ ഇറാന്റെ പക്കൽ എല്ലാം റെഡി ടു സ്റ്റോക്ക് ആണ്. കാരണം ഇറാൻ വലിയ യുദ്ധങ്ങളൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ വലിയ യുദ്ധമൊന്നും അവർ ചെയ്തിട്ടില്ല. അപ്പോ ഇത്രയും വലിയ യുദ്ധങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ വളരെ ചീപ്പായ മിസൈൽസ് നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഈ വില കുറഞ്ഞ മിസൈൽസ് കൂടുതൽ എണ്ണം അവർ സ്റ്റോക്ക് ചെയ്തു. ഇതെല്ലാമാണ് ഇസ്രായേലിനെതിരെ ഇറാൻ അവരുടെ ആക്രമണം ആരംഭിച്ചതിന്റെ ഒരു കാരണം. ഈ സമയമാണ് ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞത്. ഇനി ഇറാനും ഞങ്ങൾക്കും ഇടയിൽ യാതൊരു ബന്ധവും ഇല്ല. ഇന്നലെ ഇസ്രായേലിനെ അവർ ആക്രമിച്ചല്ലോ, ഇനി ഞങ്ങൾക്കും ഇറാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന്. എന്നാൽ അതിന് പകരം ഇറാൻ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഏതെങ്കിലും വിധത്തിൽ അമേരിക്കയിൽ ഒരു അറ്റാക്ക് നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ പവർ യൂസ് ചെയ്യും, ഇറാനെ ഫ്ലാറ്റ് ആക്കും, അതായത് തുടച്ചു തന്നെ നീക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് ഇറാഖിലുള്ള അല്ലെങ്കിൽ ഇറാനുമായി ചേർന്നുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരിക്കാം. ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നിങ്ങൾക്കറിയാമായിരിക്കും. അമേരിക്കയുടെ ബേസിസിനെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഇസ്രായേൽ പ്രചരണം നടത്താൻ തുടങ്ങും. സത്യത്തിൽ മൊസാദിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു കാരണമായി കാണിച്ച് അമേരിക്ക ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ നേരിട്ടിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞത്. എൻ്റെ രാജ്യത്തിനെതിരെ, എനിക്കെതിരെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിൽ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഫ്ലാറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ മുതൽ നമുക്കൊരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഇറാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്നും വരാം. കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു യുദ്ധത്തിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അപ്പൊ പിന്നെ എന്ത് വന്നാലും നേരിടാം എന്ന് കരുതി അമേരിക്കക്കെതിരെ ഒരു അറ്റാക്ക് നടത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം. ഇല്ലല്ലോ. ഇതിനിടയ്ക്ക് നെതന്യാഹു, ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹു അമേരിക്കയെ വാ നമുക്ക് ഒരുമിച്ച് ഇറാനെ ആക്രമിക്കാം എന്നൊക്കെ വിളിച്ചല്ലോ. അതെന്താ എന്ന് ചോദിച്ചാൽ അത് ഡൊണാൾഡ് ട്രംപ് വളരെ എളുപ്പത്തിൽ അങ്ങ് നിരസിച്ചു. ഈ യുദ്ധം നിങ്ങളുടേതാണ്, നിങ്ങൾ ഈ യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഇതൊക്കെ വളരെ ലളിതമായൊരു കാര്യമാണ്, ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ഡീൽ ഉണ്ടാക്കുക എന്നത്. ഇത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. പറഞ്ഞു വന്നാൽ നിങ്ങളുടെ ഈ ലളിതമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് വാതോരാതെ പറഞ്ഞൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ഈ യുദ്ധത്തെ അവസാനിപ്പിച്ചത് എന്ന് ഒരു വലിയ കഥ പറഞ്ഞ വ്യക്തിയാണ്. അതേ മനുഷ്യൻ ഇപ്പോൾ വന്നിട്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും, ഇതൊക്കെ എനിക്ക് വളരെ ലളിതമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സത്യത്തിൽ ട്രംപിനെ കുറിച്ചൊക്കെ നമ്മൾ വലിയ രീതിയിൽ എന്തോ ചിന്തിച്ചു വെച്ചിരുന്നു. പക്ഷേ അത്രയേറെ താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വില കൽപ്പിക്കാൻ നമുക്കുമാകില്ല. അപ്പോൾ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനെ കുറിച്ച് തീർച്ചയായും അടുത്ത ചില ദിവസങ്ങളിൽ നമുക്കൊരു പക്ഷേ അറിയാൻ കഴിഞ്ഞേക്കാം. അടുത്തത് ഹൈഫ തുറമുഖത്തിൽ ഇറാൻ നടത്തിയ ആക്രമണം. അതിൽ ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ലോകത്തിലെ തന്നെ വളരെ സൂപ്പറായ എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് തവിട് പൊടിയായിട്ടുണ്ട്. ഇവിടെ ഇറാൻ ഒരു 200-300 മിസൈൽസ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് ചിന്തിച്ചാൽ പോലും ഇനിയും ഒരു 20,000 മിസൈൽസോളം ഇറാന്റെ പക്കൽ റെഡിയാണ്. എപ്പോഴത്തെയും പോലെ ഞാൻ പറയുകയാണ്, തീർച്ചയായും അത്രയേറെ മിസൈലുകളൊന്നും ഇറാൻ ഇതുവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇറാൻ പുറത്തിറക്കിയ ഇത്ര മിസൈലുകളെ പോലും ഇസ്രായേലിനെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ ഫ്രീക്വൻസിയായി മിസൈൽസ് അയക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ഇസ്രായേലിന് ഉടൻ തന്നെ സഹായം ആവശ്യമുള്ളത് കൊണ്ട് അമേരിക്ക അകത്തേക്ക് വരും. UK ഇതിനകം തന്നെ അകത്തേക്ക് വന്നിട്ടുണ്ട്. UK അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ എല്ലാം നിർത്തിയിട്ടുണ്ട്. അവർ ഈ സൈപ്രസ്, മറ്റ് പ്രധാനപ്പെട്ട ബേസസുകൾ ഉണ്ടല്ലോ, അവിടങ്ങളിലെല്ലാം ഞങ്ങളും അലേർട്ടാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വീണ്ടും അവർ അവരുടെ വീര്യമേറിയ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ചൈനയുടെ ഒരു മിലിറ്ററി കാർഗോ പ്ലെയിൻ ഇറാനിൽ വന്നിറങ്ങി എന്നുള്ളൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനകം നമ്മൾ അറിഞ്ഞതാണ്. ചൈനയുടെ 2 കാർഗോ ഷിപ്സ് ഇറാനിലേക്ക് വളരെ വലിയൊരു സഹായം കൊണ്ടുവന്നു. അതുകൂടാതെ തായ്ലാന്റിൽ നിന്നും ഒരു സഹായം വന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഇന്നും ചൈനയുടെ ഒരു കാർഗോ വിമാനം ഇറാനിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് ഇപ്പോൾ ഹൈഫ തുറമുഖത്തിൽ ഒരു അറ്റാക്ക് നടത്തിയാലും അതിൽ 70% സ്റ്റോക്സ് അദാനിയുടേതാണ്. അപ്പോൾ അദാനിക്കും ഇവിടെ ഒരു പ്രശ്നം വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഇസ്രായേലിന്റെ പക്കൽ ഇത്ര ആയുധങ്ങളുണ്ട്, ഇറാന്റെ പക്കൽ ഇത്ര ആയുധങ്ങളുണ്ട്, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതെല്ലാം അടുത്തടുത്ത വീഡിയോസിലൂടെ ഞാൻ പറയാം. അറ്റാക്ക് നടത്തി, ഇവർ തിരിച്ചടി നൽകി, ഇതോടുകൂടിയൊന്നും നമ്മുടെ വീഡിയോസ് അവസാനിക്കുന്നില്ല.
ഇത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഇത് കാരണം ഉണ്ടാകുന്ന ലോസസ്, അത് എക്കണോമിക് ലെവലായാലോ പവർ ഹൗസ് ഇൻഫ്രാസ്ട്രക്ചർ, ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡായി അറിയാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്ക് എന്ന നമ്മുടെ ചാനൽ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്ക് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.